ഹായ്, ജംബു ഹോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ CCNA ക്ലാസ്സിൻ്റെ സീരീസിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ് നമ്മളിപ്പോൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്തുകൊണ്ടാണ് ഇപ്പോഴും നെറ്റ്വർക്കുകളിൽ നമ്മൾ വയേർഡ് നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ സിസ്റ്റങ്ങളെല്ലാം പരസ്പരം കണക്ട് ചെയ്ത് നമുക്കൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കേബിൾ ആവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഏത് കേബിളാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ്. സിസ്റ്റങ്ങളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കേബിളിനെ കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനൊരു ലാബ് ഡെമോ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിൽ നമ്മൾ കേബിളിൻ്റെ ഉപയോഗം എവിടെയാണ് വരുന്നത് എന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ നമുക്കൊരു ഡെമോ ലാബ് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഡെമോ ലാബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ പരിചയപ്പെടാം. ഇത് സിസ്കോയുടെ പാക്കറ്റ് ട്രേസർ എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയറാണ്. നമ്മൾ CCNA ഒക്കെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു സോഫ്റ്റ്വെയർ തന്നെയാണിത്. ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട രീതിയൊക്കെ ഞാൻ വരും ക്ലാസ്സുകളിൽ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഇതിലൊരു ഡെമോ ആയിട്ട് ഒരു നെറ്റ്വർക്ക് എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് കാണിച്ചു തരാം. നമുക്ക് ആദ്യം വേണ്ടത് PC ആണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് PCകൾ വെക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഓഫീസിൽ ഒരു 4 PC ഉണ്ടെന്ന് വിചാരിക്കുക. പിന്നെ 2 ലാപ്ടോപ്പും ഉണ്ട്. 2 ലാപ്ടോപ്പ്, ഒരു 4 PC. എനിക്കിതിനെ പരസ്പരം കണക്ട് ചെയ്യണം. അപ്പോൾ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ PCകളിലും എന്തുണ്ടാവും? ഒരു NIC പോർട്ട് ഉണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന 4 PCകളിലും അതുപോലെ തന്നെ 2 ലാപ്ടോപ്പുകളിലും NIC പോർട്ട് ഉണ്ടാവും. ഇനി കേബിൾ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യാം. ഇപ്പോൾ കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ ഒരു PCക്ക് എത്ര NIC പോർട്ട് ഉണ്ട്? ഡിഫാൾട്ടായിട്ട് ഒറ്റ NIC പോർട്ടേ ഉണ്ടാവുള്ളൂ. ഇനി അഡീഷണലായിട്ട് നമുക്ക് NIC പോർട്ട് മേടിച്ച് ആഡ് ചെയ്യാം. പക്ഷേ അത് പോസിബിൾ അല്ല. ഇപ്പോൾ ലാപ്ടോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ലാപ്ടോപ്പിനൊക്കെ നമുക്ക് ഇതേപോലെ അഡീഷണലായിട്ട് എത്ര NIC പോർട്ടുകൾ മേടിച്ച് ആഡ് ചെയ്യാൻ പറ്റും? അതിന് ലിമിറ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? PCകളെ നേരിട്ടല്ലല്ലോ പരസ്പരം കണക്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്. സ്വിച്ച് എന്ന് പറയുന്നൊരു ഡിവൈസാണ്. നമ്മൾ വിശദമായിട്ട് സ്വിച്ചിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്കിത് എന്തിനാണ് എടുത്തു തരുന്നതെന്ന് വെച്ചാൽ കേബിളിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കേബിൾ ഉപയോഗിക്കണമല്ലോ. അപ്പോൾ ആ കേബിൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാനാണ്. അപ്പോൾ ഇത് സ്വിച്ച് എന്ന് പറയുന്നൊരു ഡിവൈസാണ്. ഇപ്പോൾ ഈ ഒരു ഡിവൈസ് കാണാൻ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ഇതാ ഇങ്ങനെ ഉണ്ടാവുക. ഇതാ സ്വിച്ചിൻ്റെ ഇതാണ് അതിൻ്റെ ബാക്ക്. ഇത് 24 NIC പോർട്ടുകൾ ഇരിക്കുന്നുണ്ടോ? എന്നുവെച്ചാൽ 24 PC കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ 2 ഉണ്ട്. അതും അങ്ങനെ മൊത്തം 26 കണക്ട് ചെയ്യാൻ പറ്റും ഈ ഒരു സ്വിച്ചിലോട്ട്. ഇതാ സ്വിച്ചിൻ്റെ ഫ്രണ്ട് സൈഡാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് വരാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട കേട്ടിട്ട്. അപ്പോൾ സ്വിച്ച് എന്ന് പറയുന്നൊരു ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നെറ്റ്വർക്ക് സ്വിച്ച് എന്നാണ് പറയുക. നെറ്റ്വർക്ക് സ്വിച്ച്. അപ്പോൾ PCകളെല്ലാം എങ്ങോട്ടാണ് കണക്ട് ചെയ്യുക? നേരിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല കണക്ട് ചെയ്യുക. നേരിട്ട് സ്വിച്ച് എന്ന് പറയുന്നൊരു ഡിവൈസിലോട്ടാണ് കണക്ട് ചെയ്യുക. അങ്ങനെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേബിൾ യൂസ് ചെയ്യണം അല്ലേ? അപ്പോൾ കേബിൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട കേബിളിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ഒരു കേബിൾ എടുത്തിട്ട് ഞാൻ ഈ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ NIC പോർട്ടിലോട്ട് കൊടുക്കണം. അപ്പോൾ ഇതിലിപ്പോൾ പേര് കാണിക്കുന്നത് ഫാസ്റ്റ് ഇഥർനെറ്റ് എന്നാണ് കാണിക്കുന്നത്. അത് നമ്മൾ NIC പോർട്ടിൻ്റെ സ്പീഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. ഫാസ്റ്റ് ഇഥർനെറ്റ് ഉണ്ട്, ജിഗാബിറ്റ് ഉണ്ട്, 10 ജിഗാബിറ്റ് ഇഥർനെറ്റ് ഉണ്ടെന്ന്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നതിൽ എല്ലാ PCകളിലും എന്ത് പോർട്ടുള്ളത്? ഫാസ്റ്റ് ഇഥർനെറ്റ് പോർട്ടുള്ളത്. അപ്പോൾ അതിലോട്ട് ഞാൻ കേബിൾ കണക്ട് ചെയ്തിട്ട് ആ കേബിൾ എങ്ങോട്ടാണ് കണക്ട് ചെയ്യുക? സ്വിച്ചിലോട്ട് കണക്ട് ചെയ്യുക അല്ലേ? 24 ഫാസ്റ്റ് ഇഥർനെറ്റ് പോർട്ടും 2 ജിഗാബിറ്റ് ഇഥർനെറ്റ് പോർട്ടുള്ള സ്വിച്ചാണ് വരുന്നത്. സ്വിച്ചിനെ കുറിച്ച് കേട്ടിട്ട് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. സ്വിച്ചിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കി വെക്കുക. PCകൾ നേരിട്ട് അല്ല പരസ്പരം കണക്ട് ചെയ്യുന്നത്, സ്വിച്ച് എന്ന് പറയുന്ന ഡിവൈസുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്തു. ഇനി അടുത്ത PC എടുത്തു. അടുത്ത PCനെ ഞാൻ കണക്ട് ചെയ്തു. ഉണ്ടോ? ഇപ്പം ഞാൻ 6 PC ഉണ്ട്. 4 PC ഉണ്ട്, 2 ലാപ്ടോപ്പ് ഉണ്ട്. ഇതിനെല്ലാം സ്വിച്ച് എന്ന് പറയുന്നൊരു ഡിവൈസിലോട്ട് കണക്ട് ചെയ്തു. ഇനി സ്വിച്ച് വഴിയാണ് ഇവരെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഡാറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയക്കുക. അപ്പം ഞാനിവിടെ ഒരു കേബിൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ആ കേബിളിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ട് പോകുന്നത്. കേബിൾ മാത്രം പോരാ, ആ കേബിളിൻ്റെ അറ്റത്തൊരു കണക്ടർ വേണ്ടി വരും. ഉദാഹരണമായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഒക്കെ ചാർജറിന് നമ്മൾ ഉപയോഗിക്കുന്ന കേബിൾ, നമ്മുടെ ചാർജറിൻ്റെ കേബിളിൻ്റെ അറ്റത്ത് എന്തുണ്ട്? ഒരു കണക്ടർ ഉണ്ട് അല്ലേ? USB-C ടൈപ്പ് കണക്ടർ ഉണ്ട്. അത് ഉപയോഗിച്ചിട്ടില്ല നമ്മളെ ഫോണിലോട്ട് കണക്ട് ചെയ്യുക. അതേപോലെ കേബിൾ മാത്രം പോരാ, കേബിള് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ എങ്ങോട്ടാണ് കണക്ട് ചെയ്യുന്നത്? NIC പോർട്ടിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ NIC പോർട്ടിൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? കേബിളിൻ്റെ അറ്റത്തൊരു കണക്ടർ നമ്മൾ പിടിപ്പിക്കണം. ഇത് റെഡിമെയ്ഡായിട്ട് കേബിൾ മേടിക്കാൻ കിട്ടുമല്ല ചെയ്യുക.
കാരണം ഇപ്പം ഞാൻ എൻ്റെ ഒരു ഓഫീസുണ്ട്, ആ ഓഫീസിൽ ഒരു റൂം, ആ റൂമിൽ ഞാനൊരു സ്ഥലത്ത് സ്വിച്ച് എന്ന് പറയുന്ന ഡിവൈസ് വെച്ചു. എല്ലാ പി സികളിൽ നിന്നും ആ സ്വിച്ചിലോട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത്ര നീളത്തിന് കേബിൾ റെഡിമെയ്ഡായിട്ട് മേടിക്കാൻ കിട്ടുമല്ലോ ചെയ്യുക. നമ്മൾ കേബിൾ മൊത്തത്തിൽ റോള് മേടിച്ചതിന് ശേഷം നമ്മുടെ ആവശ്യത്തിന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ആ കേബിളിൻ്റെ അറ്റത്ത് നമ്മൾ ഈ ഒരു കണക്ടർ പിടിപ്പിച്ചിട്ടാണ് പി സിയിലോട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഏത് കേബിളാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അങ്ങനെ പി സികളെ പരസ്പരം കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കേബിളിന് പറയുന്ന പേര് ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്നുള്ളതാണ്. ട്വിസ്റ്റഡ് പെയർ കേബിൾ. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഞാനൊരു ട്വിസ്റ്റഡ് പെയർ കേബിളിൻ്റെ ഒരു ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതാണ് ഈ ചിത്രത്തിൽ കാണുന്ന കേബിളാണ് ട്വിസ്റ്റഡ് പെയർ കേബിൾ. അതിൻ്റെ ഉള്ളിൽ വരുന്ന കേബിളാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അതിനെയാണ് നമ്മൾ ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറയുക. എന്തുകൊണ്ടാണ് ഇതിനെ ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറയാനുള്ള കാരണം, ഇപ്പോൾ ആ കേബിൾ നിങ്ങൾ പുറത്തെ അതിൻ്റെ ഇൻസുലേറ്റർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ആ പുറത്തെ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മൊത്തം 8 കോപ്പർ വയറുകളാണ് കാണുക. ഈ 8 കോപ്പർ വയറുകൾ 4 പെയർ എന്ന് വെച്ചാൽ ഒരു പെയർ എന്ന് പറഞ്ഞാൽ 2 എണ്ണം വീതം മൊത്തം 4 പെയറാണ് അതിലുണ്ടാവുക. അങ്ങനെ മൊത്തം 8 വയറുകൾ ഉണ്ടാവും. അപ്പോൾ എന്തിനാണ് ഇത് 8 വയറാക്കിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പിരിച്ചു വെച്ചിരിക്കുന്നത്? ഇത് കേബിള് നമ്മളൊരു ഇതിലൂടെ കടന്നു പോകുമ്പോൾ അതിന് ചുറ്റിനും ഉണ്ടാകുന്ന മറ്റു കേബിളുകൾ അല്ലെങ്കിൽ കറണ്ട് പോലുള്ള സാധനങ്ങളൊക്കെ അതിലൂടെ പാസ് ചെയ്യുന്നുണ്ടാവുമല്ലോ. ഇപ്പോൾ കറണ്ട് ലൈനൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഇലക്ട്രിക് വയറൊക്കെ ഉണ്ടാവും നമ്മുടെ കേബിൾ ഇട്ടിരിക്കുന്നതിൻ്റെ അടുത്തൂടെ. അപ്പോൾ അതിലുണ്ടാകുന്ന നോയ്സ്, ഇൻ്റർഫറൻസ് ഒന്നും നമ്മുടെ കേബിളിനെ കൂടുതലായിട്ട് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പെയർ, ഈ ഒരു 8 വയറുകൾ 4 പെയറുകളായിട്ട്, ഒരു പെയറിൽ 2 എണ്ണം വീതമായിട്ട് മൊത്തം 8 എണ്ണമായിട്ട് ട്വിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ പിരിച്ചു വെച്ചത് കൊണ്ടാണ് നമ്മൾ അതിനെന്ത് വിളിക്കുന്നത്? ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ട്വിസ്റ്റഡ് പെയർ കേബിളിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു ചിത്രം എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു ട്വിസ്റ്റഡ് പെയർ കേബിളിൻ്റെ പുറത്തെ ഈ ഒരു ഇൻസുലേറ്റർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു 4 പെയറാണ് ഉണ്ടാവുക. ഓക്കെ, ഇതിനൊരു കളർ, ഈ ഒരു കളറില്ല, ഈ ഒരു 4 കളറുകൾ, മൊത്തം 4 കളറല്ല, മൊത്തം 8 കളറുണ്ട്. 8 വയറുകളുണ്ടല്ലോ, അപ്പോൾ 8 വയറിന് ഓരോരോ കളറാണുള്ളത്. ഇത് ഗ്ലോബലി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളറായിരിക്കും. നിങ്ങൾ എവിടെ പോയിട്ട് ട്വിസ്റ്റഡ് പെയർ കേബിൾ മേടിച്ചാലും ഈ ഒരു കളർ തന്നെ ഉണ്ടാവുക. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ ഒരു ഇൻസുലേറ്റർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കാണുന്ന ഒരു 4 വയറുകൾ. ഇതിലിപ്പോൾ നമുക്ക് വൈറ്റ് കാണാൻ പറ്റുന്നുണ്ട്, ഓറഞ്ച് കാണാൻ പറ്റുന്നുണ്ട്, ബ്രൗൺ കാണാൻ പറ്റുന്നുണ്ട്, ബ്ലൂ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേബിളിന് പറയുന്ന പേരാണ് ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്നുള്ളത്. ഈ ട്വിസ്റ്റഡ് പെയർ കേബിളാണ് നമ്മൾ കമ്പ്യൂട്ടറുകളെ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും, നമ്മൾ ഉപയോഗിക്കുന്ന കേബിളിന് പറയുന്ന പേര് ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്നാണ്. അതിൽ മൊത്തം 8 വയറുകൾ ഉണ്ടാവുക, 4 പെയറായിട്ട് 8 വയറുകൾ ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ അറ്റത്തൊരു കണക്ടർ പിടിപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നു അല്ലേ. കണക്ടറിനെ കുറിച്ച് നമുക്ക് പഠിക്കാം, അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ ഒരു കണക്ടർ എന്ന് പറയുന്ന പേര് RJ45 കണക്ടർ എന്നാണ്. രജിസ്റ്റേർഡ് ജാക്ക് 45 എന്നുള്ളതാണ് അതിൻ്റെ കോഡായിട്ടുള്ളത്. അപ്പോൾ അതിന് മൊത്തം 8 പിന്നുണ്ടാവും ആ ഒരു കണക്ടറിന്. അപ്പോൾ ഓരോ പിന്നുകളും ഓരോ വയറിലോട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മളത് കറക്റ്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ട് വേണം എങ്ങോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ സ്വിച്ചിൽ നിന്ന് പി സിയിലോട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ കേബിളിൻ്റെ 2 അറ്റത്തും നമ്മൾ RJ45 എന്ന് പറയുന്ന കണക്ടർ പിടിപ്പിച്ചിട്ട് വേണം നമ്മൾ പരസ്പരം കണക്ട് ചെയ്യാനായിട്ട്. എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് താഴെ എഴുതിയിരിക്കുന്നത്. പി സിയിൽ നിന്ന് സ്വിച്ചിലോട്ട്, ലാപ്ടോപ്പിൽ നിന്ന് സ്വിച്ചിലോട്ട്, പിന്നെ റൂട്ടർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉണ്ട്, അതിൽ നിന്ന് സ്വിച്ചിലോട്ട്, സ്വിച്ച് ടു സ്വിച്ച്, IP ഫോണിൽ നിന്ന് സ്വിച്ചിലോട്ട്, പ്രിൻ്ററിൽ നിന്ന് സ്വിച്ചിലോട്ട്. ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? ഈ പറയുന്ന ട്വിസ്റ്റഡ് പെയർ കേബിൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ ട്വിസ്റ്റഡ് പെയർ കേബിൾ, ഇതിന് ഇവിടെ ഓരോ കാറ്റഗറി ഇട്ടിട്ടുണ്ട്. കാറ്റഗറി എന്ന് പറഞ്ഞാൽ കേബിളിൻ്റെ സ്പീഡാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ NIC പോർട്ടിന് സ്പീഡ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന കേബിൾ ട്വിസ്റ്റഡ് പെയർ കേബിളാണ് നമ്മൾ മേടിക്കുക. ആ കേബിളിൻ്റെ പുറത്ത് കാറ്റഗറി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. കാറ്റ് 5E എന്ന് കണ്ടു കഴിഞ്ഞാൽ 1 GB/s. കാറ്റ് 6 എന്ന് പറഞ്ഞാൽ 1 GB/s ആണ്. 10 GB/s ഷോർട്ട് ഡിസ്റ്റൻസിനും എന്ത് ചെയ്യും? സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. കാറ്റ് 6A സ്പീഡ് എന്ന് പറയുന്നത് 10 GB/s ആണ്. കാറ്റ് 7ഉം കാറ്റ് 8ഉം ഹൈ സ്പീഡ് ഡാറ്റാ സെൻറ്റർ പോലുള്ള പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്, പി സികളെല്ലാം കണക്ട് ചെയ്യാൻ നമ്മുടെ ഓഫീസിനകത്ത് ഉപയോഗിക്കാറുള്ളത് കാറ്റ് 6 കേബിളുകളാണ്.
കാറ്റ് 6 ആണ് ബെസ്റ്റായിട്ട് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിലൊക്കെ നമുക്ക് ആ ഒരു ബഡ്ജറ്റിനും കാര്യങ്ങളൊക്കെ മേടിക്കാൻ കിട്ടുന്നത്. കാറ്റ് 6ൻ്റെ മുകളിലുള്ള ഏത് കേബിൾ വേണമെങ്കിലും നമുക്ക് സിസ്റ്റങ്ങളെ പരസ്പരം കണക്ട് ചെയ്യാനായിട്ട് നമ്മൾക്ക് ഇപ്പോൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ അറ്റത്ത് ഈ RJ45 കണക്ടർ പിടിപ്പിക്കുന്നത് എന്നുള്ള അടുത്ത വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ടിസ്റ്റർ പെയർ കേബിൾ ഉപയോഗിച്ചിട്ടാണ് കമ്പ്യൂട്ടറുകളെ പരസ്പരം കണക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ കൊടുത്തിരിക്കുന്നതാണ് ടിസ്റ്റർ പെയർ കേബിൾ. ഈ ടിസ്റ്റർ പെയർ കേബിളിൽ നിങ്ങൾക്ക് മൊത്തം 4 പെയർ, മൊത്തം 8 വയറുകളാണ് കാണുക. ഇപ്പോൾ ഇതിൽ ചിലതിൻ്റെ അറ്റത്ത് നിങ്ങൾക്ക് 3 വയറായിട്ട് തോന്നുന്നുണ്ടാവും. അത് ഞാൻ ചാറ്റ് GPT-ന്ന് എടുത്ത ഫോട്ടോ ആയതുകൊണ്ട് അതിൽ വന്ന ചെറിയൊരു മിസ്റ്റേക്കാണ്. ഒരു പെയറിൽ 2 വയർ, അങ്ങനെ മൊത്തം 4 പെയർ, മൊത്തം 8 വയറാണ് അതിൽ ആകെ ഉണ്ടാവുകയുള്ളൂ. വേറെ വയറുകളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഈ ടിസ്റ്റർ പെയർ കേബിൾ ഉണ്ടല്ലോ, ഈ ടിസ്റ്റർ പെയർ കേബിളിലോട്ട് എങ്ങനെയാണ് RJ45 കണക്ട് ചെയ്തിട്ട് ക്രിമ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ അറിയേണ്ടത് ഈ ടിസ്റ്റർ പെയർ കേബിൾ നമുക്ക് 2 ടൈപ്പ് മേടിക്കാൻ കിട്ടും. ടിസ്റ്റർ പെയർ കേബിൾ മൊത്തം 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് UTP എന്ന് പറയും, ഒന്ന് STP എന്ന് പറയും. UTP എന്ന് പറഞ്ഞാൽ അൺഷീൽഡ് ടിസ്റ്റർ പെയർ കേബിളും STP എന്ന് പറഞ്ഞാൽ ഷീൽഡഡ് ടിസ്റ്റർ പെയർ കേബിളുമാണ്. ഈ അൺഷീൽഡ് ടിസ്റ്റർ പെയർ കേബിളും ഷീൽഡഡ് ടിസ്റ്റർ പെയർ കേബിളും തമ്മിലുള്ള വ്യത്യാസം ഒറ്റ വ്യത്യാസമുള്ളൂ. ഈ ഒരു ഷീൽഡ്, പുറത്ത് ഈ ഒരു ഷീൽഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 വയർ കാണാൻ പറ്റും അല്ലേ. ഷീൽഡഡ് പെയർ കേബിൾ നോക്കിയേ, അതിൻ്റെ അകത്ത് എക്സ്ട്രാ ഒരു കോട്ടിങ് വരുന്നുണ്ട്, അതിൻ്റെ അകത്താണ് വയർ ഉണ്ടാവുക. അപ്പോൾ UTP കേബിളിന് UTP എന്ന് പറഞ്ഞാൽ അൺഷീൽഡും STP എന്ന് പറഞ്ഞാൽ ഷീൽഡഡുമാണ്. ഷീൽഡിന് കുറച്ചും കൂടി പ്രൊട്ടക്ഷൻ കൂടുതലാണ്. അപ്പോൾ നോയ്സ് പോലുള്ള കാര്യങ്ങൾ ആ ഒരു കേബിളിനെ ബാധിക്കാനുള്ള സാധ്യത കുറവാണ്. അൺഷീൽഡ് എന്താണ്, പ്രൊട്ടക്ഷൻ കുറവാണ്. അതാണ് വ്യത്യാസം ഷീൽഡും അൺഷീൽഡും. അപ്പോൾ നമ്മൾ ഔട്ട്ഡോർ വയറിങ്ങിന് പൈപ്പിൻ്റെ ഉള്ളിലൂടെയൊന്നല്ല, നമ്മൾ ബിൽഡിംഗ് ടു ബിൽഡിംഗ് കണക്ഷനാണ്, അങ്ങനെയുള്ള പർപ്പസുകൾക്കൊക്കെ, അല്ലെങ്കിൽ വെറുതെ കേബിൾ ഇടുവാണ്, അങ്ങനെയുള്ള പർപ്പസുകൾക്കൊക്കെ ഒരു മീഡിയത്തിലൂടെ അല്ല, പൈപ്പിൻ്റെ ഉള്ളിലൂടെയൊന്നല്ല കേബിൾ ഇടുന്നത്, വെറുതെ കേബിൾ ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഷീൽഡഡ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇനി പൈപ്പിൻ്റെ ഉള്ളിലൂടെയൊക്കെയാണ് നിങ്ങൾ കേബിൾ ഇടുന്നതെങ്കിൽ നിങ്ങൾക്ക് അൺഷീൽഡ് UTP കേബിൾ മേടിക്കാം. അപ്പോൾ ഈ കേബിൾ കാറ്റഗറിയൊക്കെ സെയിം ആണ്, പക്ഷേ STPയും അതേപോലെ UTP 2 ടൈപ്പ് മേടിക്കാൻ കിട്ടും. കൂടുതലായിട്ട് എല്ലാവരും ചെയ്തത് ഷീൽഡഡ് ടിസ്റ്റർ പെയർ കേബിൾ അല്ല, അൺഷീൽഡ് ടിസ്റ്റർ പെയർ കേബിൾ ഉപയോഗിച്ചിട്ടാണ് PC-കളെയൊക്കെ നമ്മൾ കണക്ട് ചെയ്യാറുള്ളത്. ഇനി നമുക്ക്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത വീഡിയോയിൽ ഇതെങ്ങനെയാണ് ക്രിമ്പ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. എന്നുവെച്ചാൽ RJ45 ഇതിലോട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആകെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, സിസ്റ്റങ്ങൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കേബിൾ ഏതാണ്, ടിസ്റ്റർ പെയർ കേബിളാണ് എന്നുള്ള കാര്യമാണ്. അത് 2 ടൈപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ഷീൽഡും ഉണ്ട് അൺഷീൽഡും ഉണ്ട്. വ്യത്യാസം എന്താണ്, ആ പുറത്തൊരു ഷീൽഡ് വരുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തം നമുക്ക് ഷീൽഡും അൺഷീൽഡും ആണെങ്കിലും ടിസ്റ്റർ പെയർ കേബിളിൽ മൊത്തം 8 വയറുള്ളത്, അതിൽ 4 പെയർ, ഓക്കെ 4 പെയർ ഉണ്ടാവും. ഒരു പെയറിൽ 2 വയർ വീതം, മൊത്തം 8 വയറാണ്. അതിൻ്റെ അറ്റത്ത് കൊടുക്കുന്ന RJ45 ആണ്. അത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, അതിനാണ് ക്രിമ്പിംഗ് എന്ന് വിളിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ക്രിമ്പിങ്ങിനെ കുറിച്ചായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നത് ചെറിയൊരു ക്ലാസ്സാണ്, കേബിളിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്നെ കൊണ്ട് അറിയുന്ന ഉത്തരങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആർക്കെങ്കിലും നെറ്റ്വർക്കിംഗ് പഠിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.